മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ മന്ത്രിമാരാകാൻ തയ്യാറെടുത്ത് കോട്ടയത്തെ UDF നേതാക്കൾ. ജില്ലയിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ, മാണി സി കാപ്പൻ, മോൻസ് ജോസഫ് എന്നിവരാണ് പരിഗണനയിലുള്ളത്. ഘടകകക്ഷിയിലെ പ്രധാന നേതാവെന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി ജോൺസൺ, ജില്ല തിരിച്ചൊരു മന്ത്രി, അങ്ങനെ ആ നിലയിലുള്ള ഒരു വേർതിരിവ് ഏതായാലും ഈ സർക്കാരിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ മുതിർന്ന നേതാക്കളെ പരിഗണിക്കേണ്ടതുണ്ട്, ഘടകകക്ഷി നേതാക്കളെ പരിഗണിക്കേണ്ടതുണ്ട്. ആ നിലയിൽ നോക്കുമ്പോൾ ടോബി ജോൺസൺ പറഞ്ഞതുപോലെ തിരുവഞ്ചൂർ മുതൽ മോൻസ് ജോസഫ് വരെ മന്ത്രിമാരാകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് കോട്ടയം ജില്ലയിൽ എന്നാണ് വ്യക്തമാകുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, തീർച്ചയായിട്ടും ജില്ല തിരിച്ചല്ല ഈ ഒരു മന്ത്രിസ്ഥാനം നിശ്ചയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ജില്ലകൾക്ക് ലഭിക്കുന്ന പ്രാധാന്യം ജില്ലയുടെ ചുമതലകളൊക്കെ നൽകാറുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ഈ വാർത്ത പങ്കുവെക്കാനുള്ള കാരണം, കഴിഞ്ഞ മന്ത്രിസഭ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും 5ഓളം പേർ ഉണ്ടായിരുന്നു. ചീഫ് വിപ്പ് അടക്കം 5 പേർ ഇവിടെ നിന്നുമാണ്, കോട്ടയം ജില്ലയിൽ നിന്നുമാണ് ഉണ്ടായിരുന്നത്. അതിന് സമാനമായ രീതിയിൽ ഇത്തവണയും ഉണ്ടാകാനുള്ള സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേര് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. സ്പീക്കർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നതായിട്ടുള്ള സൂചനകൾ പുറത്തു വന്നുവെങ്കിലും അതല്ല, അതിനപ്പുറത്തേക്ക് മന്ത്രിസ്ഥാനവും പ്രധാന വകുപ്പും തന്നെ വേണമെന്നുള്ള നിലപാടിലേക്ക് തിരുവഞ്ചൂർ പോകുന്നു എന്നുള്ള സൂചന തന്നെയാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ചാണ്ടി ഉമ്മന്റെ കാര്യത്തിലും ചില ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വിവരമുണ്ട്. ചാണ്ടിയും ഇതിനോടകം തന്നെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള ചില കരുനീക്കങ്ങൾ നടത്തിയതായിട്ടുള്ള വിവരവുമുണ്ട്. ഓർത്തഡോക്സ് സഭയിലും അതുപോലെ തന്നെ ഒരു യുവ പ്രാതിനിധ്യം, ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ തുടങ്ങിയ ഘടകങ്ങൾ ചാണ്ടി ഉമ്മൻ അനുകൂലമായിട്ട് വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഘടകകക്ഷി നേതാവായിട്ടുള്ള മോൻസ് ജോസഫ് ഇതിനോടകം തന്നെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. പാർട്ടിക്കുള്ളിൽ ഒരു ധാരണയായിട്ടുണ്ട് മോൻസ് ജോസഫ് തന്നെ മന്ത്രിയാകുമെന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് മോൻസിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പിന്നീടുള്ളത് മാണി സി കാപ്പനാണ്. സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ഒരുപക്ഷെ മാണി സി കാപ്പൻ തന്നെ ആദ്യ ടേമിൽ, ഒരു ടേമായിട്ട് കാപ്പന് അവസരം ലഭിക്കാനാണ് സാധ്യത നിലനിൽക്കുന്നത്. നേരത്തെ വി ഡി സതീശൻ ഇവിടെ പ്രചരണത്തിന് വന്നപ്പോൾ കാപ്പൻ തിരുവനന്തപുരത്ത് നിന്നും ഇനി പാലായിലേക്ക് എത്തുക ഒരു മന്ത്രിയായിട്ടായിരിക്കുമെന്നുള്ള പ്രഖ്യാപനം അടക്കം നടത്തിയാണ് പോയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മാണി സി കാപ്പന്റെ പേര് കൂടി പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ മൊത്തം 4 മന്ത്രിമാർ ജില്ലയിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് പല UDF കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ മുഖ്യമന്ത്രി ആരാകും എന്നത് സംബന്ധിച്ച് മറ്റു ചില നേതാക്കൾ കൂടി, മറ്റു ചില MLA മാർ കൂടി പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നുണ്ട്. നാട്ടക സുരേഷ് അടക്കമുള്ളവർ ഈ ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. ദിലീപ് കുമാർ, കോട്ടയത്ത് നിന്ന് UDF സർക്കാരിൽ എത്ര മന്ത്രിമാർ ഉണ്ടാകും? 4 മന്ത്രിമാരെങ്കിലും കുറഞ്ഞതുണ്ടാകുമെന്നാണ് കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.